വ്യക്തികൾ, കുടുംബങ്ങൾ, പ്രാദേശിക തലങ്ങൾ എന്നീ മേഖലകളിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യത്തെ പോലെയോ അതിൻ്റെ മുകളിലോ ആണ് ആഗോള ഇസ്ലാമിക ഐക്യത്തിൻ്റെ പ്രാധാന്യം നിലകൊള്ളുന്നത്. മധ്യ പൗരസ്ത്യ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള വിയോജിപ്പും അനൈക്യവുമാണ് ഫലസ്തീൻ എന്ന പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ സ്ഥിതി ഇത്രയേറെ സങ്കീർണമാക്കിയതും അപകടസ്ഥിതിയിലെത്തിച്ചതും. നമ്മുടെ രാജ്യങ്ങളെ നിർഭയം ആക്രമിക്കാനും നമ്മുടെ സഹോദരങ്ങളെ നിർദയം കൊന്നൊടുക്കാനുമുള്ള സാഹചര്യമാണ് ഈ അനൈക്യത്തിലൂടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ലഭിച്ചത്. വിശ്വാസവും പരലോക ചിന്തയും മുറുകെ പിടിച്ച് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു എന്നത് തീർച്ചയാണ്. ശത്രുക്കൾക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ചർച്ച ചെയ്യവെയാണ് സൂറത്തുൽ അൻഫാലിൽ 46-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ആവശ്യകത ഇപ്രകാരം വിവരിച്ചത്: വാതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹുവേയും അവൻ്റെ റദ്ദൂതനെയും നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾക്ക് ധൈര്യക്ഷമം നേരിടുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോകുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായും അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാകുന്നു. അനൈക്യം നമ്മുടെ ശക്തി ഇല്ലാതെയാക്കുന്നു. ആഗോള തലത്തിൽ ഇസ്ലാമിക സമൂഹം കൈവരിക്കേണ്ടുന്ന ഐക്യം എന്ന മഹത്തായ ഗുണം അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ തിക്തഫലം ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഭരണാധികാരികൾക്കും ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും സൽബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.